വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. കൂട്ടുകാരെ, നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ വിചിത്ര ജീവ് എന്ന പാഠം പഠിക്കാം. വിചിത്ര ജീവ് ഇതൊരു ചിത്രകഥയാണ്. ഈ ചിത്രകഥ എഴുതിയിരിക്കുന്നത് സുനീത എന്ന ആളാണ്. വിചിത്ര എന്താണ് വിചിത്ര? വിചിത്രൻ്റെ അർത്ഥം വിചിത്രമായ, ജീവ് ജീവി, വിചിത്രമായ ജീവി. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടിയെ കാണുന്നുണ്ടല്ലേ? കുട്ടിയുടെ കയ്യിൽ ഒരു പന്തും കാണുന്നുണ്ട്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. ഖുഷി ഔർ ബോൾ, ഖുഷിയും പന്തും. ഖുഷി, ഈ പെൺകുട്ടിയുടെ പേരാണ് ഖുഷി. ബോൾ, ബോള്, പന്ത്. താഴത്തെ ചിത്രം നോക്കിക്കേ. ഈ കുട്ടിയെ ബോളും കൊണ്ട് കളിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ കാണാം അല്ലേ? അടുത്ത ചിത്രം നോക്കിക്കേ. ചിത്രത്തിൽ ഖുഷി ഒരു നദിക്കരയിലെത്തി. നദിക്കരയിലെത്തിയിട്ട് ബോള് വെള്ളത്തിലേക്ക് ഇട്ടു. കിത്തന എത്ര, മസ രസം, എന്ത് രസമാണ് ബോൾ കൊണ്ട് കളിക്കാൻ എന്നാണ് പറയുന്നത്. പന്ത് നദിയിൽ വീണ് പോയല്ലേ? അടുത്ത ചിത്രം നോക്കിക്കേ. ഈ ചിത്രത്തിൽ ഖുഷി ഉദാസമായിട്ടിരിക്കുന്ന ചിത്രമാണ്. ഖുഷി വളരെ ദുഃഖത്തിലാണ്. നോക്കിക്കേ, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഖുഷി ഉദാസ് ഹേ. ഖുഷി ഉദാസ്, ഉദാസിൻ്റെ അർത്ഥം ദുഃഖം, വളരെ ദുഃഖത്തിലിരിക്കുകയാണ് ഖുഷി. അടുത്ത ചിത്രം നോക്കിക്കേ. യഹ് തോ ഗോളാഹേ, യഹ് ഇത്, ഗോളാഹേ ഇത് ഉരുണ്ടിട്ടാണ്, ഗോള ഉരുണ്ടിട്ടാണ്. അടുത്ത ചിത്രം നോക്കിക്കേ. ചോഞ്ച് ബോൽ മേ ഫസ് ഗയി, ചോഞ്ച് ബോൽ മേ ഫസ് ഗയി. ചോഞ്ച്, ചോഞ്ച് ചുണ്ട്, ചുണ്ടിൽ. ബോൽ പന്ത്, ഫസ് ഗയി കുടുങ്ങിപ്പോയി. ആരുടെ ചുണ്ടിലാണ് കുടുങ്ങിപ്പോയേ? കൊക്കിൻ്റെ ചുണ്ടിൽ കുടുങ്ങിപ്പോയല്ലേ? ബഗുല, ബഗുലയാണ് കൊക്ക്. പന്ത് കൊക്കിൻ്റെ ചുണ്ടിൽ കുടുങ്ങിയ കണ്ടിട്ട് എല്ലാവരും പേടിച്ചോടുന്ന ചിത്രമാണല്ലേ അടുത്തത്. നോക്കിക്കേ, എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഭാഗോ ദോസ്തോ, ഭാഗോ ഏക്ക് വിചിത്ര ജീവ്. ഭാഗോ ഓടിക്കോ, ദോസ്തോ കൂട്ടുകാരെ, ഭാഗോ ഓടിക്കോ, ഓടിക്കോ കൂട്ടുകാരെ ഓടിക്കോ. ഏക്ക് വിചിത്ര ജീവ് ഒരു വിചിത്ര ജീവി. എല്ലാവരും പേടിച്ചോടുവാണ്. അടുത്ത ചിത്രത്തിൽ കൊക്ക് എവിടെയാണ് എത്തുന്നത്? ഒരു കുരങ്ങൻ്റെ അടുത്ത് എത്തുകയാണ് അല്ലേ? കുരങ്ങൻ എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ബന്ദർ, ബന്ദർ കുരങ്ങൻ. നോക്കിക്കേ, എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? യഹ് ദാന കഹാംസെ, യഹ് ദാന കഹാംസെ. യഹ് ഇത്, ദാന ധാന്യം. ഈ ധാന്യം എവിടെ നിന്നാണ്? ഈ ധാന്യം എവിടെ നിന്നാണെന്ന് കുരങ്ങൻ ചോദിക്കുകയാണ്. എന്നിട്ട് കുരങ്ങൻ എന്താണ് ചെയ്യുന്നത്? അടുത്ത ചിത്രം നോക്കിക്കേ. കുരങ്ങൻ കൊക്കിൻ്റെ ചുണ്ടിൽ നിന്ന് അത് വലിച്ചെടുക്കുകയാണ്. യഹ് മുജേ ദോ, യഹ് ഇത്, മുജേ എനിക്ക്, ദോ എനിക്ക് തരൂ, ഇതെനിക്ക് തരൂ എന്ന് പറഞ്ഞ് കുരങ്ങൻ ആ പന്ത് വലിച്ചെടുക്കുകയാണല്ലേ? അടുത്ത ചിത്രം നോക്കിക്കേ. കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് ആ പന്ത് താഴേക്ക് വീഴുകയാണ്. താഴെ ആരുടെ അടുത്താണ് വീഴുന്നത്? ഉറങ്ങുന്ന ഒരാളുടെ അടുത്തേക്ക് വീണല്ലേ പന്ത്. ആ പന്ത് കണ്ട ആൾ ആ പന്തെടുത്തു. കിത്തന സുന്ദർ ബോൾ, എത്ര മനോഹരമായ പന്ത്. കിത്തന എത്ര, സുന്ദർ സുന്ദരമായ, മനോഹരമായ ബോൾ, എത്ര മനോഹരമായ പന്താണിത്. എന്നിട്ട് എന്താണ് ചെയ്തത്? അദ്ദേഹം അത് ഒരു കോലത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചല്ലേ? ഒരു കമ്പിൽ കുത്തിവെച്ചു. യഹ് ഫസൽ കി രഘുവാലി കരേഗ, യഹ് ഫസൽ കി രഘുവാലി കരേഗ. യഹ് ഇത്, ഫസൽ വിളവ്, രഘുവാലി കരേഗ എന്ന് വെച്ചാൽ ഇത് വിളവെല്ലാം സംരക്ഷിക്കും. അപ്പോൾ അത് ആരാണ്? അയാൾ ഒരു കർഷകനാണല്ലേ? കൃഷി ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ വയലും കൃഷിയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോലമായിട്ട് അതവിടെ കുത്തിവെച്ചു പന്തിനെ. ഇത് കണ്ട ഖുഷിക്ക് സന്തോഷമായി. അബ് ഖുഷി ഖുഷ് ഹോ ഗയി, അബ് ഇപ്പോൾ, ഖുഷി ഖുഷി, ഖുഷ് ഹോ ഗയി, ഖുഷ് ഹോ ഗയി സന്തോഷമായി, സന്തോഷവതിയായി. ഇപ്പം ഖുഷിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇനി ഈ പാഠത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. നോക്കിക്കേ. രംഗ് ബരെ ലിഖേ, നിറം കൊടുക്കൂ എഴുതൂ. ഇവിടെ എന്തിൻ്റെ ചിത്രമാണ് കാണുന്നത്? ഒരു മീനിൻ്റെ ചിത്രം കാണുന്നുണ്ടല്ലേ? മീനിന് എന്താ ഹിന്ദിയിൽ പറയുന്നത്? മച്ചലി, മച്ചലി. മീനിന് നിറം കൊടുത്തിട്ട് അവിടെ മച്ചലി എന്ന് എഴുതണം. അടുത്ത ചിത്രം നോക്കിക്കേ. ഒരു ഞണ്ടിൻ്റെ ചിത്രമാണല്ലേ കാണുന്നത്? ഞണ്ടിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? കേക്കട, കേക്കട, കേക്കട. അടുത്ത എന്ത് ചിത്രമാണ്? ഒരു മരത്തിൻ്റെ ചിത്രമാണല്ലേ? മരത്തിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? പേട്, പേട്. കൂട്ടുകാരെ, അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഖുഷിക്കോ ലക്ഷ്യപ്പർ പഹുഞ്ചായേ, ഖുഷിക്കോ ലക്ഷ്യപ്പർ പഹുഞ്ചായേ. ഖുഷിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ചോദ്യം. ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. താലാബ് കുളം, ഗർ വീട്, ടോക്കരി കുട്ട. ഖുഷിയെ നമ്മൾ താലാബിലേക്കാണ് എത്തിക്കേണ്ടത്. അതിനായിട്ട് വഴി വരച്ചു കൊടുക്കുക.
താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ലിഖേ ലിഖേ എഴുതുക. ഖുഷി ഔർ ബോൾ കഹാ ജാ രഹേ ഹൈ. ഖുഷിയും ബോളും പന്തും എവിടെയാണ് പോകുന്നത്? എവിടെയാണ് പോകുന്നത്? ഉത്തരം എന്താണ് എഴുതേണ്ടത്? താലാബ് താലാബ് കുളത്തിൽ. അടുത്ത പേജിൽ ഒരു ചിത്രം കാണാം. നോക്കിക്കേ. ചിത്ര ദേക്കെ ലിഖേ. ചിത്ര ദേക്കെ ലിഖേ. ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു കുളത്തിൻ്റെ ചിത്രം കാണാം. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? മരത്തിൽ കുരങ്ങനുണ്ട്, തവളയുണ്ട്, കൊക്കുണ്ട്, കുളത്തിൽ മീനുണ്ട്. ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ടല്ലേ, യഹ് താലാബ് ഹൈ. ഇത് കുളം ആണ്. സൈഡിലായിട്ട് ചോദ്യം കൊടുത്തിട്ടുണ്ട്. യഹ് ക്യാ ഹേ. ഇത് എന്താണ്? യഹ് കോൻ ഹേ. ഇത് ആരാണ്? ഇവിടെ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്, ആരൊക്കെയാണ് ഉള്ളതെന്ന് നമ്മളിവിടെ എഴുതണം. 3 എണ്ണം എഴുതാൻ വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെഴുതാം? യഹ് ബന്ദർ ഹൈ. ഇത് കുരങ്ങനാണ്. യഹ് മേഡക് ഹൈ. ഇത് തവളയാണ്. യഹ് മച്ചലി ഹൈ. ഇത് മീനാണ്. അടുത്ത ചോദ്യം എന്താണ്? താളിക ദേക്കെ ചിത്രക്കോ രംഗ് ദേ. താളിക നോക്കിയിട്ട് ചിത്രത്തിന് നിറം കൊടുക്കുക. ഓരോന്നിനു നേരെയും അതിന് ഏത് കളറാണ് കൊടുക്കേണ്ടതെന്ന് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. ആദ്യത്തേത് കച്ചുവ. കച്ചുവ ആമ. ആമയ്ക്ക് ഏത് നിറമാണ്? ബ്രൗൺ. ബൂര ബൂര ബ്രൗൺ. മച്ചലി മീൻ. മീനിന് ഏത് നിറമാണ്? പീല. പീല മഞ്ഞ. മേഡക്. മേഡക് തവള. ഹര പച്ച നിറം. ഫൂൽ ലാൽ. ഫൂലിന് ഏത് നിറമാണ് കൊടുക്കേണ്ടത്? ഫൂൽ പൂവ്. പൂവിന് ഏത് നിറമാണ്? ലാൽ. ലാൽ ചുവപ്പ്. കൗവ. കൗവ കറുപ്പ്. ഏത് നിറമാണ് കൊടുക്കേണ്ടത്? കാല. കാല കറുപ്പ്. കൂട്ടുകാരെല്ലാം ചിത്രങ്ങൾക്ക് നിറം നൽകണേ. അടുത്ത ചോദ്യം നോക്കിക്കേ. ചിത്ര ദേക്കെ ഔർ ഖാലിസ്ഥാൻ ബരെ. ചിത്രം നോക്കിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു കുരങ്ങനുണ്ട്. 1. എത്രയാ നമ്പർ? 1. ഒന്നിനെന്താ ഹിന്ദിയിൽ പറയുന്നത്? ഏക്ക്. ഏക്ക് ബന്ദർ. ബന്ദർ കുരങ്ങൻ. ഒരു കുരങ്ങൻ. രണ്ടാമത്തെ ചിത്രത്തിൽ 2 ആമയുണ്ടല്ലേ. അപ്പോൾ എന്തെഴുതണം? ദോ കച്ചുവേ. കച്ചുവേ. ദോ 2 എണ്ണം ഉള്ളതുകൊണ്ട് കച്ചുവേ എന്നെഴുതണം. ദോ കച്ചുവേ. ദോ എന്ന് എഴുതുക. മൂന്നാമത്തതിലോ? മൂന്നാമത്തിൽ കൊക്കാണ് കാണുന്നത്. എത്ര എണ്ണമുണ്ട്? 3 എണ്ണമുണ്ട്. 3-ന് എന്താ പറയുന്നത്? തീൻ. തീൻ ബഗുലേ. അടുത്ത ചിത്രത്തിൽ മീനുകളാണല്ലേ. മച്ചലിയ. 4 മീനുകളുണ്ട്. 4-ന് എന്താണ് പറയുന്നത്? ചാർ. ചാർ 4. ചാർ ചാർ. അടുത്ത ചിത്രത്തിൽ പൂക്കൾ കാണുന്നുണ്ട്. ഫൂൽ. ഫൂൽ പൂവ്. ഫൂൽ. എത്ര പൂക്കളുണ്ട്? 5 എണ്ണമുണ്ട് അല്ലേ. 5. അവിടെ എന്താ എഴുതേണ്ടത്? 5. 5. 5-ന് ഹിന്ദിയിൽ 5 എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം. പഹ്ചാനെ ഗംബ ബരെ. ബോക്സിനകത്ത് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ അക്ഷരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾക്ക് നേരെ അവ എടുത്തെഴുതണം. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ച ചിടിയ. അതുപോലെ ഓരോന്നും എഴുതി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.